ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തുടരെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബി.ജെ.പി. ഒന്നിനു പിറകെ ഒന്നായി തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് ബി.ജെ.പി. ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് സത്യം. അധികാരം കയ്യിൽ കിട്ടിയിട്ടും മനസമാധാനത്തോടെ ഭരിക്കാൻ മോദി സർക്കാരിന് ആവുന്നില്ല എന്നതാണ് വാസ്തവം. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ കേവല ഭൂരിപക്ഷമൊക്കെ മറികടന്നുകൊണ്ടാവും എന്ന വീരവാദമൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ജനവിധി പുറത്തുവന്നത്. 272 എന്ന മാന്ത്രിക സംഖ്യ പോലും ലഭിക്കാതെ ബി.ജെ.പി. വെട്ടിവിയർക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒടുവിൽ സഖ്യകക്ഷികളുടെ കാരുണ്യത്താൽ കൈയും കാലും പിടിച്ച് അധികാരം ഊട്ടിയുറപ്പിച്ചപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് മോദിയുടെ കഷ്ടകാലം. ഏകാധിപത്യ ഭരണം കാഴ്ചവെച്ച മോദിക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല, മോദിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ പാർലമെന്റ് അടക്കി ഭരിച്ചിരുന്ന ബി.ജെ.പിക്ക് ഇപ്പോഴിതാ സുപ്രീം കോടതി കനത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഹർജി പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിട്ടുള്ളത്. എല്ലാ കാലവും ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ പാർലമെന്റ് കൊണ്ടുപോകാം എന്ന ബി.ജെ.പിയുടെ വ്യാമോഹമാണ് തകർന്നിരിക്കുന്നത്. മണിപ്പൂർ സംസ്ഥാനത്തേക്കും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല എന്നാരോപിച്ചുകൊണ്ടാണ് പൊതുതാൽപര്യ ഹർജി നൽകിയത്. അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടേർമണിയുടെ കൂടി സൗകര്യം അറിഞ്ഞ ശേഷം ഹർജി പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇതേ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനും 5 സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കുക. എന്നാൽ കോൺഗ്രസിനെ ഒഴിവാക്കി DMKക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ കരുനീക്കങ്ങൾ നടത്തുകയാണ് ബി.ജെ.പി. എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. തമിഴ്നാട്ടിൽ ബി.ജെ.പി. സ്വാധീനം കൂട്ടുക എന്ന ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ട്. എന്നാൽ ബി.ജെ.പിയുടെ തന്ത്രങ്ങൾക്കൊന്നും ഇന്ത്യ സഖ്യത്തെ തകർക്കാൻ കഴിയില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസം കോൺഗ്രസ് പങ്കുവയ്ക്കുന്നു. സാധാരണഗതിയിൽ സ്പീക്കർ പദവി ഭരണപക്ഷവും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷവുമാണ് വഹിക്കുന്നത്. 1990 മുതൽ 2014 വരെ പ്രതിപക്ഷത്തിനായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയിരുന്നതും. ഭരണഘടനയുടെ 95-ാം അനുച്ഛേദ പ്രകാരം സ്പീക്കർ സ്ഥാനമൊഴിയണമെങ്കിൽ സ്പീക്കറിന്റെ പദവി വഹിക്കുന്ന ഒരാളാണ് ഡെപ്യൂട്ടി സ്പീക്കർ. സ്പീക്കറിന്റെ അതേ പദവിയാണ് സഭാധ്യക്ഷനാവുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്കും. ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ വേണം എന്ന് സ്പീക്കർ ഓം ബിർളയുടെ പ്രസ്താവനയും കോടതിയുടെ നടപടിയും ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.